ശരി. ഇതെന്തിന് മീൻ്റെ പേരെന്ത്? കറി ഉണ്ടാക്കാട്ടോ. പല നാട്ടിലും പല പേരാണ്. ഇവിടെ ബൊത്തൽ എന്ന് പറയും. അടിപൊളി മീൻ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് കറിയൊക്കെ അടിപൊളി കറി. നല്ല അടിപൊളി മുളക് കറി വെച്ചാലോ? എങ്ങനെയുണ്ട്? കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവും ഇത്? കറി വെച്ചാലും വറുത്താലും അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതൊരു അടിപൊളി കറി ഉണ്ടാക്കട്ടാ. ഇതെന്ത് മീന്? ചെമ്പാനി. ഫ്രഷ് ചെമ്പാനി. അപ്പോൾ ഫ്രഷ് ചെമ്പാനും കിട്ടീന്. അപ്പോൾ ഇത് നാളത്തേക്ക് എടുത്തേക്കല്ലേ. ഇതൊന്ന് നമുക്ക് പൊരിക്കും ചെയ്യാം, കറി വെക്കും ചെയ്യാം. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടല്ലോ? ഉടുപ്പൂരി, തുപ്പലും മുണങ്ങി എല്ലാം ഉണ്ട്. അടിപൊളി മുളക് കറി വെക്കട്ടെ ഗായ്സ്. അപ്പോൾ കറി വെച്ചാലോ? അപ്പോൾ ആദ്യമായിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ തൊലി ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് ഇതേപോലെ ഒന്ന് ഈ അരി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തലഭാഗത്തത്തെ ആണ് പ്രശ്നം. ഇതിൻ്റെ മുമ്പ് ഞങ്ങളിവിടെ ഈ മീൻ കൊടുന്നിട്ട് കറി വെച്ച് കേട്ടോ. തൊലി കളയാനാണ് പാട് ഇതിൻ്റെ. ഇനിയിപ്പത് ഇത് തല ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. മഴ പെയ്തിട്ട് കല്ലിൽ പച്ചപ്പാവ് കിട്ടി. അതാണ് അതാ തല സെപ്പറേറ്റ് ആക്കി കേട്ടോ. ഇത് വേസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ഈ കാക്കൻ്റെ പൂരാണ് വെക്കാറ് ഇവിടെ. ഇതൊക്കെ ചൂണ്ടിയിട്ട് നിർത്താം. കാക്കകളെ ശല്യമാണ് നല്ല. ഇതിൻ്റെ പഞ്ഞീനുണ്ട് കേട്ടോ ഇതിനുള്ളിൽ. ഇതൊന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൽ ചുണ്ടൊന്ന് അരിഞ്ഞെടുക്കുക. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളയട്ടോ.
അപ്പോൾ ഇതാ കണ്ടില്ലേ തലേൻ്റെ തോലിയൊക്കെ കൊണ്ട് ക്ലീൻ ചെയ്തിട്ടാ. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഉച്ചയ്ക്ക് കറിയിലിടാൻ പറ്റുള്ളൂ. നല്ല കട്ടിയുണ്ടല്ലേ അതിന് ഗായ്സ്. ഇത് വല്ല ഇതെടുത്തിട്ട് വാർക്കേണ്ടി പരിശ്രമം. നല്ല കോടാലിയോ മടാളോ എന്തെങ്കിലും വേണം ഇത് വെട്ടാനായിട്ട്. ചെറിയ കത്തിയൊന്നും പറ്റില്ല. ഇത് നല്ല ഒടിച്ചെടുക്കാം. ഇപ്പോൾ 2 പീസാക്കി എടുത്ത് ഗായ്സ്. പിന്നെ ഇതിൻ്റെ ഇതും കൂടിയിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടോ. ഇതങ്ങനെ തൊലി ചീന്തി എടുക്കണത്. എൻ്റെ അമ്മാൻ്റെ കയ്യിൽ കട്ടിയാണ്. നല്ല പണിയല്ലേ തൊലി ചീന്താൻ. തലേൻ്റെ തൊലി എടുക്കാനാണ് പ്രയാസം. ഇതാ 2 സൈഡ് ഇത് നോക്കാം. അതിൻ്റെ ഉള്ളിലത്തെ കഞ്ഞിന് ഉള്ളിലത്തെ പഞ്ഞീനാണ് ഇട്ടത്. ഇതാണ്ടില്ലേ തല ഇനിയിപ്പോൾ ഒന്ന് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് കറി വെച്ചാൽ. ഇതൊരു തലക്കറിക്കുള്ള സെറ്റായില്ലേ മോനെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. നല്ല മൂർച്ചയാക്കിയതാണ് കത്തി. പക്ഷെ എന്താ പറയാ, വാലിൻ്റെ ഭാഗത്തല്ലോ ചീന്ത സിമ്പിളല്ലേ. ഈ നടുഭാഗത്തുനിന്ന് കേട്ട് കണ്ടില്ലേ പെട്ടെന്ന് ചീന്തിയെടുക്കും. തലഭാഗം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് പണി തീരും. ഈ മീൻ മുറിക്കാൻ തലഭാഗം കട്ട് ചെയ്തെടുക്കണം. അതാ പണിയില്ലേ. കാക്കയുടെ സംസ്ഥാന സമ്മേളനം നടത്തുന്നുണ്ട്. മീൻ കണ്ട പിന്നെ ഇതൊക്കെ കച്ചറ. കണ്ടില്ലേ. അപ്പോൾ ഇതാ അടിപൊളിയായിട്ട് തൊലി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു വേസ്റ്റൊക്കെ ഒന്ന് കാക്ക കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 2 കഷ്ണമാക്കി എടുത്തിട്ട് നല്ല കട്ടിയുണ്ട് ഇതിൻ്റെ. വലിയ ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇനി ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. വേണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. അപ്പം ഇനി ഇത് കട്ട് ചെയ്തതിൻ്റെ ശേഷം കാണാം. അപ്പോൾ ഗായ്സ് ഇപ്പോൾ കഴുകി എടുക്കട്ടെ. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ.
അപ്പോൾ ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടാൽ മീൻ ഫ്രഷാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറി വെക്കാനായിട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഗായ്സ് നമുക്ക് കറി വെക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് ഞാനിതാ പൊരിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച്. പാത്രം ചൂടായി വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഓയിൽ വെച്ച് വെക്കാം. ഇനിയിപ്പോൾ തക്കാളി 2 തക്കാളിയും പിന്നെ 4 പച്ചമുളക് 2 സവാള അപ്പോൾ കട്ട് ചെയ്ത് കൂടി ചേർത്ത് വെക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി വാടി കിട്ടാനായിട്ട് ഉപ്പ് ചേർത്തെടുക്കാം. അപ്പോൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടിയിട്ട് ചേർത്തെടുക്കണം. ഇത്രയും ഉലുവ കൂടി ഒന്ന് ചേർത്തെടുക്കാം. അപ്പോൾ അതാ ഉലുവ നേരത്തെ ഇടാത്തത് കരിഞ്ഞ് പോകണ്ടെന്ന് വെച്ചിട്ടാ. എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. കയ്യിലിൻ്റെ കളറേ സുക്കയിലിട്ട് വെച്ചിട്ട് പിന്നെ അത് തേച്ചിട്ടൊന്ന് നിറഞ്ഞിട്ടണില്ല. കുറേ മാങ്ങ ഉപ്പിലിട്ട് വെച്ചിട്ട് മോള് ഉപ്പിലിട്ട് വെച്ചതാണ്. കളർ മഞ്ഞ. അപ്പോൾ ഇവിടെ വീട്ടിൽ കറണ്ട് ഇല്ല കേട്ടോ. രാവിലെ പോയതാണ്, സ്കൂളിൽ കുട്ടികൾ പോയതിന് ശേഷം പോയതാണ് കറണ്ട്. അപ്പോൾ വെളിച്ചല്ലേ, ഇപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ മോനാണിന്ന് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ മോനിക്ക് ഉച്ചക്കാണ് കേട്ടോ എക്സാം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ്, രാവിലെ അല്ല. അപ്പോൾ രാവിലെ പോയിട്ടില്ലാലും ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം. അപ്പോൾ വീഡിയോ എടുത്താന്നൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വെളുത്തുള്ളിയും എന്താ പറയുക, ഒരു കുടം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് വെക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് അടിച്ച് വേവിക്കട്ടോ. ലൈറ്റ് ഗായ്സ്, അപ്പോൾ മൂത്ത നല്ല ഫ്രഷ് മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. എന്ത് മീനല്ലേ? കൺമീനില്ല? ഞങ്ങൾക്ക് ഒരയിലുള്ളല്ലേ? 2 അയില. പിന്നെന്താ? ഞങ്ങൾ ഇതാണ് ഞങ്ങളെ അമീൻപ കൊടുന്ന മീനാണ്. ഫ്രഷ് മീനാണ് കേട്ടോ ഗായ്സ്. ഒരു പൊളിക്കുന്നു ഞങ്ങൾ. നിങ്ങളുടെ നാട്ടിലേക്ക് ഇതുപോലെ മീൻ കിട്ടലുണ്ടോ? ഫ്രഷ് മീനൊക്കെ കിട്ടാറുണ്ടോ? കിട്ടാറുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. കിട്ടാറുണ്ടെങ്കിലാണ്. അപ്പോൾ ഞങ്ങളെ വീഡിയോസൊക്കെ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു ഇതില്ലേ, നമുക്ക് അത്യാവശ്യം വ്യൂവേഴ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് അടിക്കാതെ പോകുന്നത്. അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളാണ് ഞങ്ങളെ ബലം കേട്ടാ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടാട്ടാ. അപ്പോൾ ഇതാ നല്ല മുളക് പൊടി ഉണ്ട് കേട്ടോ ഗായ്സ്. അപ്പോൾ ഞങ്ങളിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ 2.5 കയ്യിൽ മുളക് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ മുളക് കൊടുന്നിട്ട് കൈകി ഉണക്കിയിട്ട് പൊടിപ്പിച്ചാണ് കേട്ടോ മുളക് പൊടി. അപ്പോൾ ഇതാ 1.5 കയ്യിൽ മല്ലിയും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കട്ടെ.
അപ്പോൾ അതാ ആവശ്യത്തിന് കറിവേപ്പിലും കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ പുളിവെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഓവർ പുളിവെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഓവർ പുളിവെള്ളത്തിൻ്റെ ആവശ്യമില്ല വെച്ചാൽ പുളി ഓവറായാൽ മീനിൻ്റെ ടേസ്റ്റ് പോകും കേട്ടോ. ഇപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചിരുന്നു കേട്ടോ പൊരിക്കാനായിട്ട്. തല മാത്രം ഞാൻ തലയും ഒരു 2 കഷ്ണം മാത്രമാണ് കറിയിലിടുന്നത് കേട്ടോ. അപ്പോൾ അതാ കറി ഒന്ന് ഇനി തിളപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. കറി നന്നായിട്ട് തിളച്ച് കുറുക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതിലേക്ക് മീനൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പഞ്ഞിന് ഞാൻ മുളക് ഇടുന്ന കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടത്. അപ്പോൾ മീൻ കഷ്ണം കൂടിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളെ ചിക്കനൊക്കെ ഇല്ലേ പൊരിച്ചാലൊക്കെ ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കട്ടെ കേട്ടോ. മീനൊന്ന് വെന്തിട്ടിട്ടെ. അപ്പോൾ ഞാനിതാ പൊരിക്കാനായിട്ടൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനിതാ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് വന്നാണ്. കറിപ്പിളാവിട്ട മോനെ. അപ്പോൾ അതാ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളുത്തുള്ളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് മീൻ പൊരിക്കുമ്പോൾ ഇടാറ് കേട്ടോ. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് ഈ കയറും. ഈ മീനിൻ്റെ അടുത്ത് ഇതിങ്ങനെ നല്ല കരിയാണ്ട് നോക്കണം. അപ്പോൾ മീനിൻ്റെ അടുത്ത് ഇങ്ങനെ പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ കടിക്കാൻ കിട്ടും. വെളുത്തുള്ളിൻ്റേത് നല്ല ടേസ്റ്റാണ്. പ്രത്യേക ഒരു ഫ്ലേവറാണ് ഈ കയറും. അപ്പോൾ കറണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ പോയ കറണ്ടാണ്. ഗായ്സ് അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. നല്ല അടിപൊളി സ്മെല്ലുണ്ട് കേട്ടോ. ഈ മീൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചോളി മക്കളെ. വെച്ചാൽ അത്രയ്ക്ക് ടേസ്റ്റ്. ഞാൻ ആദ്യമൊക്കെ ഒന്ന് ഈ മീൻ കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ ഒക്കെ പറയും കഴിച്ചു നോക്ക് നല്ല ടേസ്റ്റാണെന്ന്. അടിപൊളി ടേസ്റ്റ്. കറിക്ക് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ സ്റ്റവ് എന്താണെന്നോ കേടാണ് കേട്ടോ. അതങ്ങനെ തീരെ കത്തണില്ല. അപ്പം ഇനി കറി ഒന്ന് ഇറക്കി വെച്ചിട്ട് വേണം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടിട്ടാണ്. അപ്പം ഇനി കറി ഇറക്കി വെക്കാം കേട്ടോ. ഇനിയിപ്പോൾ ചോറ് വയ്ക്കാം കേട്ടോ.
ഇപ്പം കാണുമ്പോൾ തന്നെ എന്താ പറയുക, വായിന്ന് വെള്ളം ഇറങ്ങണം കേട്ടോ. അടിപൊളി. അപ്പോൾ നമ്മുടെ റേഷൻ കടയിലെ അരി കൊണ്ടിട്ടുള്ള ചോറാണ് ഇട്ടത്. അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കണേ. സൂപ്പർ ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഈ മീൻ കഴിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും കറി വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കണേ. അടിപൊളി ടേസ്റ്റാണ് നോക്കണേ.